സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 10-17 തിരുവചനം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട റോമർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 17 തിരുവചനത്തിൽ വിശ്വാസത്തിൻ്റെ ഉത്ഭവം നാം കാണുകയാണ്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ദൈവത്തിൽ മനുഷ്യന് വിശ്വാസമുണ്ടാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ നാം കാണുന്നത്. വിശ്വാസം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് എബ്രായ ലേഖനം 11 അധ്യായം 1 തിരുവചനത്തിലാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. നാം ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അഥവാ ദൈവത്തിൽ നിന്നും നാം ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത് അത് ലഭിക്കുമെന്ന ഉറപ്പ്, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ആ നിശ്ചയം, ഇത് നമ്മിൽ കൊണ്ടുവരുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം പ്രാപിക്കുവാനുള്ള മാർഗമാണ് നാം ആദ്യം വായിച്ചു കേട്ട റോമർ 10:17 നാം കാണുന്നത്. വിശ്വാസം വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. എന്നാൽ നാം വിശ്വാസത്തിന് കൊടുക്കേണ്ടുന്ന മൂല്യം തിരുവചനം കേൾക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുക എന്നുള്ളതാണ്. യേശുവിനെക്കുറിച്ചുള്ള കേൾവിയാണ് വിശ്വാസം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് തിരുവചന കേൾവി അഥവാ തിരുവചന വായന ഇത് വളരെ പ്രാധാന്യമുള്ളതായിത്തീരുന്നത്. വചനം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്തവർക്ക് വിശ്വാസം ലഭ്യമല്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വാസത്തിൻ്റെ ഉത്ഭവം വചന കേൾവിയിലൂടെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അതുപോലെ മിഷണറി വര്യന്മാർ, ദൈവം വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത പല യുഗങ്ങളിലെ പല തലമുറകളിലെ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ, പ്രേക്ഷിത പ്രവർത്തകർ, അവർ തിരുവചനം പ്രഘോഷിച്ചതുകൊണ്ടാണ് അത് കേട്ടവർക്ക് അത് വിശ്വാസമായി പരിണമിച്ചത്. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിയും ആ വിശ്വാസം സ്വീകരിച്ചത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചന കേൾവിയിലൂടെയാണ്. ആ വചന കേൾവി നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിക്കുന്നു. ആ വചന കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലാണ് വരുന്നത്. അതുകൊണ്ട് ഈ അന്ത്യകാലത്തിൽ ജീവിക്കുന്ന ഓരോ മർത്യനും ഗ്രഹിക്കുവാനുള്ള, സ്വീകരിക്കുവാനുള്ള ഒരു സത്യമെന്തെന്നാൽ ഓരോ ദിവസവും സത്യാന്വേഷകരായി മാറുക, ദൈവവചനം കേൾക്കുക. ദൈവവചന കേൾവിയിലൂടെ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസമുണ്ടാവുകയും ആ വിശ്വാസം നമ്മെ രക്ഷയിലേക്കും നിത്യജീവനിലേക്കും നയിക്കും എന്നുള്ളതാണ്. ആത്യന്തികമായി ഓരോ മർത്യൻ്റെയും അത്യാവശ്യം അഥവാ ആവശ്യകത നിത്യജീവൻ അഥവാ നിത്യരക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. ആ നിത്യരക്ഷ പ്രാപിക്കുവാൻ നമുക്ക് അടിസ്ഥാനമായി ആവശ്യമായിരിക്കുന്നത് തിരുവചനമാണ്, വചന കേൾവിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമുക്ക് തിരുവചനം ശ്രവിക്കുവാൻ അഥവാ വായിക്കുവാൻ, ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. വചന കേൾവിയിലൂടെ
വിശ്വാസവും. ആ വിശ്വാസം നമ്മെ രക്ഷയുടെ ആനന്ദത്തിലേക്കും നിത്യജീവൻ്റെ പ്രത്യാശയിലേക്കും നയിക്കും. ആമേൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമാൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ.